ഘാട്ട് റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ചെറിയൊരു മഴച്ചാറ്റലുണ്ട് ഇവിടെ, എന്നാലും വലിയ കാര്യമായിട്ടില്ല. വെളിച്ചം കുറഞ്ഞു. എല്ലാം കൊണ്ട് നല്ല അടിപൊളി അന്തരീക്ഷമാണ്. ഘാട്ട് റോഡ് കയറാൻ പറ്റി അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കൊടൈക്കനാലിൻ്റെ ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു പാസ് എടുക്കണം. നമ്മൾ ഓൺലൈനിൽ പാസ് എടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി നീങ്ങിയിട്ട് നോക്കാം. കുറച്ച് തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. 50 കിലോമീറ്റർ പോകാൻ 2.5 മണിക്കൂർ വേണം. അതാണ്. അപ്പം നമുക്കറിയാം എന്തോരം തിരക്കുണ്ടെന്നുള്ള കാര്യം. പോരാത്തതിനെ മഴ. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ പാസ് കാണിച്ചു, നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുവരേണ്ട. പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് വെള്ളം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരോട് വാങ്ങി വയ്ക്കും. അപ്പോൾ പ്ലാസ്റ്റിക് നോട്ട് അലൗഡ് സോണാണിത്. പ്ലാസ്റ്റിക് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടുപ്പിക്കും. അതാണ്. അതെ, നമ്മുടെ ഡ്രൈവർ പറഞ്ഞതുപോലെ നമ്മളിനി കുട്ടപ്പിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുട്ടപ്പി എവിടേക്കാണ് നമ്മൾ പോണേ? കുട്ടപ്പിയ കോക്ക. അവളുടെ കോക്കയാണ് നമ്മുടെ കോടൈ. അതാണ് നമ്മുടെ കൊടൈക്കനാൽ. അതന്നെ. മഴത്തുള്ളികൾ കാരണം നിങ്ങൾക്കൊന്നും കാണാനില്ല എന്ന് എനിക്കറിയാം. എന്നാലും പക്ഷെ അവിടെ നല്ല വ്യൂ ആണ്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വ്യൂ. കുട്ടപ്പി കണ്ട മലകൾ കണ്ട അവിടെ? വെള്ളം ചാടുന്ന സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ വിചാരിക്കാം നമുക്ക്. വാട്ടർഫാൾസ്, ഡ്രൈ വാട്ടർഫാൾസ്. നമ്മളെവിടെ പോയാലും മഴയായിരിക്കുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ ദംദം പാറ വ്യൂ പോയിന്റ് അങ്ങനെ പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ആ ലേക്ക് അല്ല, അത് ആക്ച്വലി ഏത് ഡാമായിരുന്നു? മാഞ്ചലാർ ഡാം വ്യൂ പോയിന്റ്. നല്ല സ്ഥലത്തെടുത്താ പോരെ. ഗൈസ്, നിങ്ങൾ കാണുന്നോന്നറിയില്ല, ഇവിടെ ഒരു അഭ്യാസിയായ ഒരു പരുന്തുണ്ട്. അവനിങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ് ഉണ്ട്. കണ്ടോ? കാണുന്നുണ്ടോ? എനിക്കൊന്നും കാണുന്നില്ല. ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് കൊടൈക്കനാൽ. നമ്മുടെ സെക്കൻഡ് ഡേ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, ഇപ്പം നമ്മൾ നിന്നത് കുളിർക്കോട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടല്ല, ഹോട്ടലായിരുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഗുണ കേവ്സ്, പില്ലർ റോക്സ്, അതൊക്കെയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യങ്ങൾ. എന്തായാലും നല്ല ട്രാഫിക് ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ പറ്റുന്ന പോലെ കാണും. നല്ല ട്രാഫിക്കാണ്, ശ്രദ്ധിച്ചോളേ. അതെ, ഇവിടെ നല്ല ക്ലൈമറ്റാണ്. നമുക്ക് പൊതുവെ അറിയാം, ഇപ്പോൾ മെയ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചുട്ട വെയിൽ, നല്ല ചൂടൊക്കെ ആണെങ്കിലും ഇവിടെ രാത്രി നല്ല തണുപ്പായിരുന്നു. നല്ല ക്ലൈമറ്റ്. ഇതാണ് നമ്മുടെ കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് മൗണ്ടൻ വ്യൂസൊക്കെ കണ്ടിട്ട് നടക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കോക്കേഴ്സ് വാക്ക്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ മൗണ്ടൻ വ്യൂസ് കാണാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ കോടയൊക്കെ ആയ കാരണം കൊണ്ടൊക്കെ മൂടി കിടക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു തണുപ്പുണ്ട്.
എന്നിട്ട് പറയണേ ഇതിൻ്റെ ഏറ്റവും സുഖം എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ്. കാറിൽ വന്നാൽ അവിടെ പാർക്ക് ചെയ്യാം. പിന്നെ നടന്നു വരാവുന്ന 1/2 കിലോമീറ്റർ ദൂരമുള്ളൂ ഇവിടേക്ക്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബ്രയാൻ പാർക്ക്. സോ ഇപ്പോൾ രണ്ടും നമുക്ക് ഒറ്റയടിക്ക് കവർ ചെയ്തിട്ട് പോവാം. ഇവിടെ കുറേ പുതിയ പണികൾ നടക്കുന്നുണ്ട്. അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രസമായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. തണുപ്പ് വളരെ കുറവാണ്. ചെറിയൊരു മൈൽഡ് തണുപ്പുണ്ട്. ഇപ്പോൾ രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സ്വെറ്റർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ചെറിയൊരു തണുത്ത കാറ്റ് അത്രയേ ഉള്ളൂ. ഇവിടെ ടെലിസ്കോപ്പിക് വ്യൂ ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ടെലിസ്കോപ്പിക് വ്യൂ കാണാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ കോക്കേഴ്സ് വാക്കിൻ്റെ തന്നെ ഓപ്പോസിറ്റുള്ള ബ്രയൻ പാർക്കിലെത്തി. ഇത് ജസ്റ്റ് നമ്മുടെ ലാൽബാഗൊക്കെ പോലത്തെ ഒരു പാർക്കാണ്. നല്ല ഫോട്ടോ എടുക്കാനും നടക്കാനൊക്കെ പറ്റി കുറച്ച് നേരം എന്താ പറയുക തണുപ്പത്തിരുന്ന് വിശ്രമിച്ച് പോകാൻ പറ്റിയ പാർക്ക്. വായുടെ ബി ഓ ഓ വായ കുഴപ്പമില്ല. അതിൻ്റെ മോൻ കാണാനില്ല. പൊട്ടിച്ചു കൊടുക്കണ്ട അതിനെ. മിക്കവാറും ഞങ്ങളെ പോലീസ് പിടിക്കുന്നു അങ്ങനെ ഇവിടുത്തെ പൂ പൊട്ടിച്ചതിന്. നടക്ക് നടക്ക് നടക്ക്. ദേഷ്യം പിടിച്ച് സമരത്തില്ല. കുട്ടാപ്പി സമരത്തിലാണ്. ഇവിടെ ഫുഡ് കിട്ടാത്ത കാരണം സമരം ചെയ്യുന്ന കുട്ടാപ്പി. റയാൻ പാർക്കിൽ വന്നിട്ട് സമരം ചെയ്യുന്ന കുട്ടാപ്പി. ദേഷ്യം എൻ്റെ ഔ. ഇവിടെ മൊത്തം ചോക്ലേറ്റിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നുള്ള ഷോപ്സാണ് നമ്മൾ കാണുന്നത്. എവിടെ നോക്കിയാലും ചോക്ലേറ്റ് ഷോപ്സാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക നല്ല മഴയത്താണ്.
കൊടൈക്കനാൽ ലേക്കാണ് ഈ കാണുന്നത്. ഈ ലേക്കിന്റെ ചുറ്റുമാണ് സൈക്ലിംഗ് ഒക്കെ ഉള്ളത്. ഒരു നല്ല മഴയാണ്, നമുക്ക് പുറത്തിറങ്ങാൻ കൂടിയും പറ്റില്ല. അതാണ് അവസ്ഥ. സൂയിസൈഡ് പോയിന്റ്. നമ്മൾ 6 മണിക്ക് വന്നിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. 6 മണിക്ക് താഴ്ത്തുനിന്ന് തുടങ്ങി. ഇവിടെ നമ്മൾ 7 മണിക്ക് എത്തി. എന്നിട്ട് നമ്മൾ 10ാമത്തെ വണ്ടിയാണ് മുകളിലേക്ക് കയറാൻ. പൊട്ടിക്കളി ഗോൾഫ് ക്രിക്കറ്റ് അല്ല. കുതിര സവാരിക്ക് റെഡിയായി, ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നിൽക്കുന്ന കുതിരകളാ. അപ്പൊ നമ്മുടെ ചെക്ക് പോസ്റ്റ് തുറന്നു. ഇപ്പൊ സമയം 8:10 അവര് ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. എല്ലാവരും ചെക്ക് പോസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു ഇഞ്ച് പോലും വിടാതെയാണ് വണ്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു 2-4-5 മണിക്കൂർ വെയിറ്റ് ചെയ്ത ഗുണ കേവിന്റെ ഉള്ളിലേക്ക് അവസാനം എൻ്റർ ചെയ്തു. ഗുണാകേവിലെത്തിയിട്ടില്ല. ഗുണാകേവിന്റെ ചെക്ക് പോസ്റ്റ് കിടന്നിട്ടുള്ളൂ. അതെ, ഇനി അവിടെ എന്താവുന്ന ചെല്ലും പറയാം. അല്ല ഇവിടെ നമ്മൾ ഇന്നലെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം ഇപ്പോഴാണ് സമയമായത് ഇതിനുള്ളിൽ കയറാൻ. ഗോൾഫ് ക്ലബ് എക്സ്റ്റെൻഡഡ്. We are entering to the next level check post. അവിടെ പില്ലർ റോക്സ്. കണ്ടറിയ പില്ലർ റോക്ക് പോലെ രൂപമുള്ള വേറൊരു റോക്കാന്ന് തോന്നുന്നുണ്ട്. അതല്ല പില്ലർ റോക്സ്. This is not പില്ലർ റോക്സ്. വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് കാണുന്നതാണ് നമ്മുടെ പില്ലർ റോക്സ്. അതെ, കുട്ടാപ്പി പറഞ്ഞതുപോലെ നമ്മൾ പില്ലർ റോക്സ് കണ്ടു ഫൈനലി. കോടയൊന്നുമില്ല, കൊടൈക്കനാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കോടയൊന്നുമില്ല, ഫുൾ വിസിബിൾ ആണ് നമ്മുടെ പില്ലർ റോക്സ്. കടകളൊക്കെ തുറന്നു വരണുള്ളൂ. പിന്നെ നമ്മളിവിടെ എത്തൽ കഴിഞ്ഞു. ഇത് പൈൻ മരങ്ങളല്ല, ഇത് യൂക്കാലിപ്റ്റസ് അല്ലേ. ഡബിയേ ഇത്രയല്ലോ ഇവിടെ ഇവിടുന്ന്. ഇതാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എടുത്ത് ഫോട്ടോ എടുത്ത സ്ഥലമാണിത്. ഈശ്വര, മഞ്ഞുമല കുരങ്ങന്മാരെ നോക്കി നിൽക്കുന്ന കുട്ടാപ്പി. ഇവിടെ എവിടെയോ ആണ് ഗുണാക്കിയോ. സംതിങ് ഈസ് ഫിഷി ഹിയർ. ഇവിടെ കണ്ടില്ലേ, ഇത് ഗുഹകളെല്ലാം കമ്പി വെച്ച് അടച്ചിട്ടുണ്ട്.
അന്നത്തെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ അനുഭവത്തിന് ശേഷം ഇവിടെ കുറേ കമ്പികൾ കാണാം. എല്ലാം കേവുകളാണ്. യു ക്യാൻ സീ. അത്യാവശ്യം ദൂരം ഉണ്ടോ കാണാനില്ല. മൊത്തം കമ്പി വേലി വെച്ച് അടച്ചിക്കാണ്. മൊത്തം കേവുകള്. രവി നോക്കിയേ എന്തായാലും മല നിറയുന്നേ. എന്തൊരു പണം കുറയ്ക്കാൻ കണ്ടാ കുട്ടവി സുഭാഷായിരുന്നു. അതെ ആ രണ്ട് പാറയുടെ എടുക്ക് അതിൽ കാണിക്കണ പോലെ. അപ്പൊ നമ്മൾ നമ്മുടെ ഫൈനലി നമ്മുടെ ഗുണാക്കേവ് കണ്ടു. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം പൈൻ ഫോറസ്റ്റ്. എന്ത് ഫോട്ടോ എടുക്കണം, എവിടെ ഫോട്ടോ എടുക്കണം എന്ന് അറിയാണ്ട് നമ്മുടെ കുട്ടാപ്പി അപ്പ അവിടെ നിൽക്കുന്നുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ എന്തായിരിക്കും അവർ ഫോട്ടോ എടുക്കണ്ടാവുക? നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മുടെ മനോഹരമായ പൈൻ ഫോറസ്റ്റ്, പൈൻ വാലിയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പൈൻ ഫോറസ്റ്റ് ഇതാണ് പൈൻ ഫോറസ്റ്റ്. നമ്മളിതിനി അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് ഇവിടെ ഒരു മിനിമം 6-നെങ്കിലും ഇവിടെ എത്തണ പോലെ പോരെ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്കിൽ കെട്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഒരു കൊരങ്ങനെ ആവേശത്തോടെ ഇരിക്കണ്ടല്ലോ. അമ്മാമേ നിങ്ങൾക്കറിയോ, ഇത് മഴ നിറഞ്ഞ കാരണം ഇവര് കൂടിയിരിക്കുക, കൂമ്പിരിക്കുക വരും. ഇനി ഇവര് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഒക്കെ വിരിക്കും. അതാണ് പൈൻ. ഇനി വിരിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് ആർട്ട് വർക്ക് ചെയ്യാം. അല്ല ഇവിടെ അതാണ്. ഇവിടെ തണുപ്പൊന്നുമില്ല ഈ സമയത്ത്, പക്ഷെ ചെറിയൊരു മൈൽഡ് ക്ലൈമറ്റ്. ചൂടെടുക്കണില്ല, ഇത്രയേ ഉള്ളൂ. പൈൻ ഫോറസ്റ്റിൽ നടക്കുക. ഇവിടെ കുതിരസവാരി ഉണ്ട്. ഈ പറഞ്ഞ പോലെ അവരിങ്ങനെ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കൊണ്ട് നടക്കും. കുട്ടാപ്പി പിടലേട്ടാ, കൈ എടുക്കലേട്ടാ, കൈയൊക്കെ നോക്കിട്ട്.
ഇതുപോലുള്ള കുറേ ഷോപ്സ് ഉണ്ട് ഫ്രൂട്ട്സ് ചോക്ലേറ്റ്സ് ഒക്കെ വിൽക്കുന്നത്. പക്ഷേ ഒരു അഡ്വൈസ് തരാം, ഇവിടെ കാണുന്ന എല്ലാ ഫ്രൂട്ട്സും വാങ്ങിക്കണ്ട. ഞങ്ങൾ വാങ്ങിച്ച പീച്ചും ചെറിയ പ്ലംസും വില്ലേജ് പ്ലംസ് പിന്നെയും കുഴപ്പമുണ്ടായില്ല, പീച്ച് വെറും വേസ്റ്റായിരുന്നു. കാരണം അത് പച്ചയാണ്, അത് പഴുക്കുന്നതിന് മുമ്പ് ചീഞ്ഞു പോയി.